സത്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സീരിയസ് റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ നടന്നില്ല. ഇങ്ങനെയും പറയാം, ശരിയാവുമെന്ന് വിചാരിച്ചു, ശരിയായില്ല. പ്രീത, നിന്റെ പോലെ എന്റെ വിധിയിലും ആ ബന്ധം ഉണ്ടായിരുന്നില്ല. നമ്മുടെ രണ്ടാളുടെ ജീവിതത്തിലും ഒരു നടക്കാതെ പോയ കല്യാണം കോമൺ ഫാക്ടറാണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷെ നോക്ക്, ആ ബന്ധം മുടങ്ങിപ്പോയെങ്കിലും നമ്മുടെ വിശ്വാസം അവസാനിച്ചില്ല. നമ്മളിപ്പോഴും വിവാഹത്തിൽ വിശ്വസിക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടി നല്ലൊരു ലൈഫ് പാർട്ണറിനെ അന്വേഷിക്കുകയാണ്. ഇറ്റ് ഈസ് എ വെരി പോസിറ്റീവ് സൈൻ, ഈസ്ന്റ് ഇറ്റ്? പ്രീത, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ കോമൺ ആണ്. കുറെ കാര്യങ്ങൾ ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഗുഡ്. നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലൊരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെ. അത് എന്റെ അമ്മ എന്നെ ശരിക്കും വിലക്കിയിരുന്നു. നിങ്ങളോട് എന്റെ പാസ്റ്റിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന്. പക്ഷേ Is it? I can't believe this. You know, എന്റെ അമ്മയെ എക്സാക്ട്ലി ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. എന്റെ പാസ്റ്റിനെ പറ്റി ഒന്നും പറയരുതെന്നും ഒന്നും ഷെയർ ചെയ്യേണ്ടതെന്നും. എന്ത് നല്ല കാര്യമാണല്ലേ, നമ്മുടെ അമ്മമാരുടെ തോട്ട് പ്രോസസ് വരെ മാച്ച് ചെയ്യുന്നുണ്ട്. രോഹിത്, എന്തു പറ്റി? ആന്റി എന്താ ഇത്ര വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. ആക്ച്വലി ഷേർലിന് പെട്ടെന്ന് എന്തോ വയ്യാതായി. എന്തു പറ്റി? തീരെ വയ്യാന്നുണ്ടോ? ഞാൻ ഡോക്ടറെ വിളിക്കണം. വേണ്ട വേണ്ട, അവക്ക് ചെറിയ ആസിഡിറ്റി പ്രോബ്ലം. അസിഡിറ്റി ആയതിന് ആന്റി എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? വാ, ഞാൻ മരുന്നെടുത്ത് തരാം. കം. രോഹിത്, അവൾ അങ്ങനെ മരുന്ന് കഴിക്കും. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്താ? അവള് നിനക്ക് വേണ്ടി വ്രതം എടുത്തിരിക്കല്ലേ, അതുകൊണ്ടാ. ബേസിക്കലി ഞാൻ നിന്നോട് പറയാൻ വന്ന എന്താണെന്നോ, ഇതാ, നീ അവളുടെ അടുത്ത് പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യൂ. അത് അവക്കും ഇഷ്ടമാവുമല്ലോ. സീരിയസ്ലി, നീ വളരെ ലക്കിയാ. നിനക്ക് ഷേർലിനെ പോലെ ഒരു കുട്ടിയെ കിട്ടിയില്ലേ, അതും വൈഫായിട്ട്. നോക്കൂന്നേ, ഇത്രയും മോഡേൺ ആയ പെൺകുട്ടി ഓർ വ്രതം ആൻഡ് ഓൾ ദാറ്റ്. ഐ എം റിയലി ഇംപ്രസ്ഡ്. ലെറ്റ് മീ ടോക്ക് ടു ഹർ. സംസാരിച്ചോണ്ട് മാത്രം എന്തായി? നീ അവളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യേ. ഷി വിൽ ബി വെരി ഹാപ്പി. രോഹിത്, ലിസൺ. ചേട്ടാ, കോഫി നന്നായിട്ടില്ലേ? ആ അതെ, ഈ ബിസ്ക്കറ്റ് എടുക്കൂ, എടുത്ത് കഴിക്കൂ. താങ്ക് യു. നിങ്ങൾ എടുക്കൂ. താങ്ക്സ്. ശരി. നിങ്ങളെ മോൻ വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് പ്രതി ഇഷ്ടായി. വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്കും നിങ്ങളുടെ മോളെ ഒരുപാട് ഇഷ്ടമായി. വെരി സാഡ് ബ്രോ. നീ അധികം സംസാരിക്കണ്ട, മനസ്സിലായോടാ? വാ അടിച്ചു വെക്കാം, ഒരക്ഷരം മിണ്ടി പോരുതിനി. ഈ കിരൺ സാർ എത്ര അപ്സെറ്റ്? എന്താ, ഈഗോ ഹേർട്ട് മാത്രമാണോ അതോ വേറെന്തെങ്കിലും നീ ഉണ്ടോ? എന്താടാ വിചാരിച്ചത്? ഈ കല്യാണം അങ്ങ് നടക്കുമെന്നോ? ഒരിക്കലുമില്ല. ഇത് എന്തായാലും നടക്കാൻ പോകുന്നില്ല. എനിക്ക് പ്രീതയെ നന്നായിട്ട് അറിയാം. എനിക്ക് മാത്രമേ അറിയൂ അവളെ. പൃഥ്വി അവളോട് നന്നായിട്ട് സംസാരിക്കും. പക്ഷെ അവളാണെങ്കിൽ എപ്പോ നോക്കിയാലും ബേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനും ആർഗ്യുമെന്റ് ചെയ്യുന്ന സ്വഭാവമാണ്. ഒരു മിനിറ്റ് കഴിഞ്ഞ് അവൻ പുറത്ത് വന്നാലുണ്ടല്ലോ, ഉറപ്പായിട്ടും വേണ്ടെന്ന് പറയും. എനിക്കറിയാം ആ പൃഥ്വി ഔട്ടാണെന്ന്. അല്ലെങ്കിൽ നീ കണ്ടോടാ, ഈ കിരൺ നമ്പ്യാർ പറഞ്ഞ കാര്യം കള്ളമാണോ അല്ലയോ എന്ന് കാത്തിരുന്ന് കണ്ടോ നീ? പിന്നെ ഞാൻ വിചാരിക്കായിരുന്നു, കല്യാണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ച് നാളെ ഒരു മറുപടി പറഞ്ഞാ മതി. ഇപ്പൊ തന്നെ ഒരു മറുപടി പറയണമെന്നില്ല, വളരെ ആലോചിച്ചിട്ട് മതി. ശരി ആന്റി, അതിനെപ്പറ്റി തീരുമാനിക്കേണ്ടത് പ്രീതയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം വേണമെങ്കിൽ നോ ഇഷ്യൂസ്. നാളെ വരെ ആലോചിച്ച് പതുക്കെ നിങ്ങളുടെ തീരുമാനം പറഞ്ഞാൽ മതി. പിന്നെ ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഞങ്ങൾക്കിനി ആലോചിക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. കാരണം ഞങ്ങൾക്കിതിന് സമ്മതമാണ്. ശരി മോനെ, ഒരുപാട് സന്തോഷായി. ഒരുപാട് സന്തോഷായി, ഒരുപാട് സന്തോഷായി ചേട്ടാ, ഒരുപാട് ഒരുപാട് സന്തോഷായി. സരള, എനിക്കും ഒരുപാട് സന്തോഷായി. ഇനി ഇവിടെ നിന്ന് എന്താ നോക്കുന്നേ? പോയി മധുരം കൊണ്ടുവാ. അയ്യോ, ഞാനത് മറന്നുപോയി. ഞാൻ പോയി മിഠായി എടുത്തിട്ട് വരാം. ഞാൻ കൊണ്ടുവരാം. ചേച്ചി ഇതാ കൊണ്ടുവന്നോ? കൊണ്ടുവാ, എല്ലാവർക്കും കൊടുക്കും. ഇതാ, കഴിക്കും മോനെ. നീ കഴിക്കും. കഴിക്കും.
ഇത് മോനെ ഓ. കഴിക്ക്. താങ്ക് യു. ഇതാ കഴിക്കും. ഇവർക്ക് രണ്ടുപേർക്കും ഇതെന്താ പറ്റിയേ? So, Preeta, congratulations. I will take a leave now. ഓക്കെ. And ഞാൻ നിന്റെ മറുപടിക്കായി കാത്തിരിക്കാം. ബൈ. എന്നാ നമുക്ക് പോവാം. ബൈ. ശരി, ഞങ്ങൾ ഇറങ്ങാം. ശരി, ശരി, നമസ്കാരം. ശരി. വരൂ വരൂ. ബൈ അങ്കിൾ, ബൈ ആന്റി, ബൈ പൃഥ്വി ചേട്ടാ, ബൈ. ബൈ. പൃഥ്വിയേട്ടാ. ബൈ. നീ എന്തായി പറയുന്നത് രോഹിത്? ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, താൻ ഈ വ്രതം ഒന്ന് അവസാനിപ്പിക്കേ. ഞാൻ നിങ്ങൾ പറയുന്ന ഏത് കാര്യം കേൾക്കാനും തയ്യാറാണ്. നിങ്ങൾ പറയുന്ന എന്ത് ചെയ്യാനും തയ്യാറാണ്. ബട്ട് ഐ എം സോറി, ഈ വ്രതം മുറിക്കാൻ മാത്രം എന്നോട് പറയരുത്. ഞാനൊരു അൾട്രാ മോഡേൺ പെണ്ണാണ്. ഈ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ട്രഡീഷനാണ്. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ആചാരങ്ങളെയൊക്കെ ബഹുമാനിക്കാനാണ്. പ്ലീസ് രോഹിത്, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക. ഇവിടെ ഇരിക്കേ പ്ലീസ്. രോഹിത്, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. എനിക്ക് ഈ വ്രതം അവസാനിപ്പിക്കാനോ മുറിച്ചു കളയാനോ കഴിയില്ല. ഒരുപക്ഷെ ഞാൻ ഈ വ്രതം മുറിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്താൽ ഇതാർക്ക് വേണ്ടിയാണോ എടുത്തത് അവർക്ക് വലിയ ആപത്തുണ്ടാകാം. നമ്മുടെ ബന്ധം ജീവിതാവസാനം വരെ ഉള്ളതാണ്. ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ എങ്ങനെ ഇത്ര വലിയ പാപം ചെയ്യും? പ്ലീസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. എനിക്ക് ഈ വ്രതം മുറിക്കാൻ കഴിയില്ല. എന്റെ ജീവൻ പോയാൽ പോലും. ആന്റി ഒന്ന്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, അവള് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അനുസരിക്കില്ല അവൾ. വ്രതം എടുത്തോട്ടെ. ഷെറിൻ, ട്രഡീഷന്റെ അർത്ഥം സ്വയം ടോർച്ചർ ചെയ്യാന്നല്ല. അത് മാത്രമല്ല, താൻ എനിക്ക് വേണ്ടി ഈ ടോർച്ചർ സഹിക്കാന്നുള്ളത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഐ മീൻ, ഞാനൊന്ന് അമ്മയോട് സംസാരിക്കട്ടെ. വാവ്, നീ നല്ല സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നല്ലോ. നല്ല അഭിനയായിരുന്നു നിന്റേത്. ഐ മീൻ, ഐ കുഡ് ഹാവ് ഇമാജിൻ. നീ എന്താ അപ്പൊ പറഞ്ഞത്? ഇല്ല രോഹിത്, നമ്മുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു പാവം ഞാൻ ചെയ്യില്ല. ഈ വ്രതം എനിക്ക് മുറിക്കാൻ പറ്റില്ല. ഇനി എന്റെ ജീവൻ പോയാ പോലും. സൂപ്പർ, ഗംഭീരായിരുന്നു നിന്റെ അഭിനയശാള്. എന്റെ ആന്റി, ഞാൻ ഇതൊക്കെ പഠിച്ചത് നിങ്ങളിൽ നിന്നല്ലേ. ഐ മീൻ ടു സേ, നിങ്ങൾക്ക് എന്ത് കുറവാണുള്ളത്? ഞാനൊക്കെ ഉണ്ടല്ലോ, ചെറുതായിട്ടല്ലേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നിങ്ങളുണ്ടല്ലോ ആന്റി, സ്റ്റാർ ആണ്, സ്റ്റാർ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നീ രോഹിത്തിനെ നിന്റെ കയ്യിലെടുക്കണം, നിന്റെ സാമർഥ്യം കൊണ്ട്. മനസ്സിലായോ? ഓക്കെ, ഗുഡ്. പിന്നെ ഒരു കാര്യം എപ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടാവണം ഷാഡിൻ. ഞാനൊരാൾ കാരണം മാത്രമാണ് നീ ഈ വീട്ടിലിരിക്കുന്നതെന്ന്. അതുകൊണ്ട് എന്റെ മുന്നിൽ ഒരിക്കലും നീ ഓവർ സ്മാർട്ട് ആകാൻ നോക്കല്ലേ. അങ്ങനെ ആയാൽ ഞാനൊരു കാര്യം അങ്ങ് മറക്കും. നീ എന്റെ ഫ്രണ്ട് സഞ്ജനയുടെ മകളാണെന്നുള്ള കാര്യം. എന്നിട്ട് വേറെ ആരുടെയെങ്കിലും മകളെ കൊണ്ടുവരും എന്റെ രോഹിത്തിന് വേണ്ടി. അതുകൊണ്ട് എന്നോടൽപ്പം റെസ്പെക്റ്റിൽ മാത്രം സംസാരിക്കണം. ഓക്കെ, ഗുഡ്. മംഗളാശംസകൾ. മംഗളാശംസകൾ എല്ലാവർക്കും. മംഗളാശംസകൾ.
മംഗളാശംസകൾ അമ്മേ. എന്ത് ഭംഗിയുള്ള ചെറുക്കനെയാ കിട്ടിയത്. അതിന്റെ പേരിൽ കുറച്ചുകൂടി മധുരം കഴിക്കാം. അത് ശരിയാ, കൊണ്ടുവാ ജാനകി. നിനക്ക് മംഗളാശംസകൾ. രാവിലെ മുതൽ വഴക്ക് കേൾക്കുന്നല്ലേ നീയും കഴിക്കും മിഠായി. ചേട്ടാ, ഞാൻ ഒരു മിഠായി കൂടെ കഴിക്കട്ടെ? ഇതിനൊക്കെ എന്തിനാ എന്റെ പെർമിഷൻ? വേണമെങ്കിൽ പോയി എടുത്ത് കഴിക്കാൻ നോക്ക്. അല്ല, ഈ ചേച്ചിക്ക് എന്താ പറ്റിയ? ഇങ്ങനെ അകത്തേക്ക് പോയ എന്തിനാ? അത് അവൾക്ക് നാണം വന്നു കാണും. ഇതിലൊക്കെ ഇങ്ങനെ നാണിക്കേണ്ട കാര്യം എന്താ മുത്തശ്ശി? നിങ്ങൾ ആൺകുട്ടികളല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്കറിയില്ല ചേച്ചി ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നെന്ന്. ഞാൻ പോയി നോക്കിട്ട് വരാം. ഏയ് പതുക്കെ. ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഷുവർ. ശരി എന്റെ, അപ്പൊ ഞാൻ പൊക്കോട്ടെ. നമസ്കാരം ആൻഡ് കൺഗ്രാചുലേഷൻസ്. ശരി മോനെ, ശ്രദ്ധിച്ചു പോണേ. മോനെ കിരൺ, നീ എന്താ അവിടെ നിൽക്കുന്നേ? വാ, വന്ന് മിഠായി കഴിക്കേ. നല്ല മിഠായിയാ, വന്ന് കഴിക്കേ. വാ വാ. ഇല്ല ആന്റി, നിങ്ങൾ ഇരിക്കെ. ഞാൻ പ്രീതിയോട് ആശംസ പറഞ്ഞിട്ട് വരാവുന്നേ. ആണോ? ശരി മോനെ. നോക്ക്, ഇന്ന് വളരെ വലിയ ദിവസമാണ്. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ജാനകി, നീ പോയിട്ട് എനിക്ക് ഇനിയും കുറച്ചുകൂടി മുട്ടായി ഉണ്ടാക്കി കൊണ്ടുവാ. ഇപ്പോഴോ? എന്ത്? ഇത്രയും നല്ലൊരു കാര്യം ഉണ്ടായിട്ട്, നല്ല വാർത്ത കേട്ടിട്ട് ഞാൻ എന്തിനാ രാത്രി വരെ വെയിറ്റ് ചെയ്യണോ? ശരി ശരി, ഞാൻ നിങ്ങളോട് തർക്കിക്കാനില്ല. എന്നാ തർക്കിക്കാൻ വരണ്ട. നീ ഇവിടെ നിന്ന് എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? പോയി വേഗം ഉണ്ടാക്കിക്കൊണ്ടുവാ. ചേച്ചി, ഐ ആം സോ ഹാപ്പി ഫോർ യു. ഐ ആം സോ ഹാപ്പി ഫോർ യു. എനിക്ക് ആദ്യമേ അറിയായിരുന്നു എന്റെ ക്യൂട്ട് ആയിട്ടുള്ള പ്രിറ്റി ആയിട്ടുള്ള പാവം ചേച്ചിയെ ആരെങ്കിലും വേണ്ടെന്ന് പറയോ? അങ്ങനെയൊന്നും നടക്കത്തില്ല. ചേച്ചിയുടെ കാര്യം ഓക്കെ ആയി ചേച്ചി. ഞാൻ എന്താ പറഞ്ഞേ? പൃഥ്വി ചേട്ടന്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ, എന്ത് ഹാൻസം. പക്ഷെ വന്നപ്പോഴോ ഫോട്ടോയിലേക്കാളും ഹാൻസം. ഹാൻസം ഒക്കെ പോട്ടെ, എന്ത് നല്ല മനുഷ്യനാ, എത്ര നല്ല ചിന്താഗതിയാ. അവരമ്മയോട് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളാണ് ചോദിക്കുന്നവര്, നിങ്ങൾ തരുന്നവരാണ്, ഞങ്ങൾ വാങ്ങിക്കുന്നവരാണ്, അപ്പൊ നിങ്ങളാണ് പണക്കാര്. ഇങ്ങനെയൊക്കെ ആരാ പറയുന്ന ചേച്ചി? ഞാനാണെങ്കിൽ ഫാൻ ആയി പോയത് കേട്ടപ്പോ. ചേച്ചി, എനിക്ക് തോന്നുന്നെന്താന്നറിയോ, ഇത്രയും നാളായിട്ടും ആരും ആദ്യമായിട്ട് പെണ്ണു വീട്ടുകാരെ കണ്ടിട്ട് ഇത്രയും ബഹുമാനിച്ചിട്ടുണ്ടാവില്ല. എന്ത് നല്ല ആൾക്കാരാ. ആ ജോഡി ഒന്ന് നോക്കിക്കേ, പൃഥ്വിയും പ്രീതയും. സോ പി ഫോർ പൃഥ്വി, പി ഫോർ പ്രീത. ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇത് ദൈവത്തിന്റെ തീരുമാനം തന്നെയാ. ഒരു മൂവി വേറെ ഉണ്ട് മോളെ, PK. സൂപ്പർ ഹിറ്റ് മൂവിയാ. PK. P for പ്രീത, K for കിരൺ. കിരൺ സർ എന്താ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്? P for പ്രീത, K for കിരൺ. എനിക്ക് ഇവളോട് ഒറ്റയ്ക്ക് സംസാരിച്ചേ പറ്റൂ. സോ പ്ലീസ് എക്സ്ക്യൂസ് അസ്. ഓക്കെ, പക്ഷെ സാറിന് പിന്നെ സംസാരിച്ച പോലെ ഞാൻ സംസാരിക്കാൻ എനിക്ക് സമയമില്ല. സൃഷ്ടി, നീ ചെല്ല. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ചേച്ചിയെങ്കിലും ഒന്ന് പറ. ഫൈൻ. വാട്ട്? എന്തോ പറ്റി? ഈ സ്റ്റുപ്പിഡ് എക്സ്പ്രഷൻ മുഖത്തുനിന്ന് മാറ്റടി. ഇങ്ങനെ ഒരുപാട് അങ്ങ് അഭിനയിക്കില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാത്ത പോലെ. നിനക്ക് നന്നായിട്ട് അറിയാൻ പ്രീത ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നേ? എനിക്ക് സത്യമായിട്ടൊന്നും അറിയില്ല. എനിക്കറിയില്ല നീ എന്താ പറയുന്നേന്ന്. നിനക്കറിയില്ല അല്ലേടി? നിനക്ക് അറിയില്ല അല്ലേ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്? ഇങ്ങനെ ഓവർ സ്മാർട്ട് ആവല്ലേ. അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പെരുമാറല്ലേ പ്രീത. ഈ കിരൺ സാറിന് ഇത് എന്താ പറ്റിയത്?
എന്നുവെച്ചാ പൃഥ്വി ചേട്ടന് ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ സാറിന്റെ മുഖം മാറിയല്ലോ. പക്ഷെ അതെന്താ എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അതെന്താ അങ്ങനെ ഒരു ഒറ്റയ്ക്ക് സംസാരിക്കാൻ മാത്രമുള്ള കാര്യം? ഇമ്പോർട്ടന്റ് ആണ്, അർജന്റ് ആണ്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ ഉള്ളത്? സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. സത്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. വാ സൃഷ്ടി, വാ. ബാഡ് മാനേഴ്സ് സൃഷ്ടി, ബാഡ് മാനേഴ്സ്. അകത്തോട്ട് പോകാൻ പറ്റില്ല. എന്തായാലും സമയം ചോദിച്ചതല്ലേ ഒറ്റയ്ക്ക് സംസാരിക്കാൻ. പക്ഷെ എന്തിനാ? സരള വാ, ഇത് കുടിക്ക്. സന്തോഷം വന്നിരിക്കയാണ്. ഇത് കുടിച്ചാ മനസ്സ് നിറയും. ഭൂമി ചുറ്റും നിന്ന് ചുറ്റും. അമ്മേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് ഈ കപ്പ് സിറപ്പ് കുടിക്കാൻ പറയലേ എന്ന്. എനിക്ക് ഇഷ്ടല്ല. നിങ്ങൾ കുടിച്ചോ, എന്നിട്ട് ഇതൊക്കെ കഴിച്ചോ. എന്നോട് കുടിക്കാൻ മാത്രം പറയാതിരുന്നാ മതി. ഓഹോ സരള, കുടിക്കാതെ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാ? നോക്കുന്നേ, ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പൂർത്തിയാക്കി തന്നത്. ഇന്ന് സന്തോഷിക്കണ്ടേ, സെലിബ്രേറ്റ് ചെയ്യണ്ടേ? സെലിബ്രേഷൻ. മുത്തശ്ശി, ഇതിനു വേണ്ടി ഞാൻ 2 ഗ്ലാസും കുടിച്ചോളാം. മനസ്സിലായോട് നിനക്ക്? ആ ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഇല്ലയോ? ഒന്ന് വാ തുറന്ന് പറയടി എന്തെങ്കിലും ഒന്ന്. പക്ഷെ കിരൺ, അത് ഒരുപാട് വൈകി. നീ എന്തുകൊണ്ട് വേണ്ടെന്ന് പറയാത്തെ? ഈ ബന്ധം വേണ്ടെന്ന് പറയാറുന്നില്ലേ? നീ എന്താ മനസ്സിലാക്കാത്തത്? ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി പെട്ടവരാ. ഞങ്ങൾക്ക് നല്ലൊരു ഫാമിലി ആലോചന വരുന്നത് തന്നെ അപൂർവമാണ്. പിന്നെ ഞാൻ പൃഥ്വിയെ പോലൊരു പയ്യനെ വേണ്ടാന്ന് എങ്ങനെയാ എന്തുകൊണ്ട് പറ്റില്ല? പറയുന്നത്? നിനക്ക് നേരെ പറയാറുന്നില്ലേ നിനക്ക് താല്പര്യമില്ലാന്ന്? നിനക്ക് അവനെ വേണ്ടെന്ന് എന്തുകൊണ്ടാണ് നീ പറയാത്തത്? നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ എടുക്ക. ഏട്ടൻ, ഇവന്റെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതും അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താ. ഇവൻ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഞാൻ വേറെ ആരെയും കല്യാണം കഴിച്ചു കാണാൻ ഇവന് പറ്റില്ലെന്നോ? അതിനർത്ഥം ഇവൻ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ? അതുകൊണ്ടാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇവൻ വിചാരിക്കുന്നത് ഞാൻ രോഹിത് സാറിന്റെ പിന്നാലെയാണെന്ന്. അല്ല, ഇന്നിവന്റെ മനസ്സിൽ വേറെന്തോ ഉണ്ട്. യെസ്, ഐ ആം ഷുവർ ഇന്നിവൻ എന്നെ പ്രപ്പോസ് ചെയ്യും. അത് ഉറപ്പുള്ള കാര്യാ. ഓ മൈ ഗോഡ്, എന്നെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇവൻ എത്ര വലിയ ക്രിക്കറ്റ് സ്റ്റാർ ആണെങ്കിലും എന്താ കാര്യം? കിരൺ നമ്പ്യാർ അല്ലേ? ഇത്രയും വലിയ വഴക്കാളിയും ധിക്കാരിയും അഹങ്കാരിയായി ഒരുത്തൻ വേറെ കാണില്ല. അത് മാത്രമല്ല, ഞാൻ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് ഇവനും ഇതുവരെ വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, ഇവിടെ ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്യുന്നതും കത്ത് നിന്നാൽ ശരിയാവില്ല. ഞങ്ങളുടെ ഇടയിൽ ആകെയുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാതായി പോവില്ലേ? സൃഷ്ടി എവിടേക്ക് പോയത്? അവളോട് ഉണ്ടായിരുന്ന മതിയായിരുന്നു. ഞാൻ എന്തിനാ അവളോട് പോകാൻ പറഞ്ഞത്? ദൈവമേ, ഇവളിത് മുഴുവൻ കുടിച്ചല്ലോ. നിങ്ങൾക്കൊക്കെ അറിയോ, ഞാനിപ്പോ പറക്കണ പോലെ ഉണ്ട്. 1 മിനിറ്റ് മുത്തശ്ശി, ഞാനൊന്ന് പറന്നിട്ട് വരാവേ. അയ്യോ മോളെ, നിനക്ക് തല കറങ്ങുന്നുണ്ടോ? ഏയ്, തല എങ്ങനെ കറങ്ങാനാ മുത്തശ്ശി? തല എന്റെ ഷോൾഡറിൽ തന്നെ ഉണ്ടെന്ന്. എങ്ങനെ കറങ്ങാനാ? ഞാനൊരു പട്ടം പോലെ പറക്കും, ആകാശത്ത് പറക്കുവല്ലോ, എന്നെ തടയരുതേ. കണ്ടോ അമ്മേ, ഇതൊക്കെ നിങ്ങളുടെ കപ്പ് സിറപ്പിന്റെ കാരണമാണ്. കണ്ടോ, ലഹരി പിടിച്ച് എന്താ പറയുന്നത് പോലും അവക്ക് അറിയില്ല, എവിടെയാണെന്ന് പോലും. 1 മിനിറ്റ്, ഞാൻ ചോദിക്കട്ടെ. സൃഷ്ടി, ഇങ്ങോട്ട് നോക്കുമോളെ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. കേട്ടോ, ഇവള് പറഞ്ഞത് കേട്ടിട്ട് മനസ്സിലായില്ലേ? ഇവൾക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ചിലർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവളീ പറയുന്നത് മുഴുവൻ ശരിയാ. സൃഷ്ടി എന്താ പറഞ്ഞത്? ഞാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അവൾ പറയുന്നതെല്ലാം സത്യവുമാണ്, യാഥാർത്ഥ്യവുമാണ്. അതിനർത്ഥം ലഹരി പിടിച്ചിട്ടില്ല. 100% കറക്റ്റ്. കഴിഞ്ഞല്ലോ രണ്ടാളുടെയും.
ഇനി ജാനകി പോയിട്ട് എനിക്ക് കുറച്ച് നാരങ്ങ വെള്ളം എടുത്തോണ്ട് വാ. ഓ എന്റെ സരള, നീ എന്തായി പറയുന്നേ? ഇത് ഇത്തിരി പോലും കുടിച്ചിട്ടില്ല, അപ്പോഴേക്ക് നാരങ്ങ വെള്ളം. ഇത്തിരി കുടിച്ചു നോക്ക്, അപ്പോഴല്ലേ അതിന്റെ രസം അറിയൂ. ഇതിന്റെ രസം നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. കുടിച്ചു നോക്ക്. മുത്തശ്ശി, പ്രീത ചേച്ചിക്ക് എന്തു പറ്റി? എനിക്ക് ഇവളോട് ഒറ്റയ്ക്ക് സംസാരിച്ചേ പറ്റൂ. സോ പ്ലീസ്. ആ ഓക്കെ, പക്ഷെ സാർ പിന്നെ സംസാരിച്ചോളൂ. ഞാനിപ്പോ എനിക്ക് പ്രീതയോട് ഒറ്റയ്ക്ക് സംസാരിച്ചേ പറ്റൂ. ഒന്ന് മനസ്സിലാക്കുന്നേ, ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. കിരൺ സാർ ചേച്ചിയെ പ്രപ്പോസ് ചെയ്യാൻ പോവാണോ? അല്ലല്ല, അങ്ങനെയൊക്കെ സംഭവിക്കോ? അങ്ങനെ സംഭവിച്ചാലോ ഇനിയിപ്പം? നോക്ക് പ്ലീസ്, ഇപ്പൊ ഒന്നും പറയരുത്. ഞാനതിന് നിനക്ക് വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. പിന്നെന്തിനാ നീ ഇത്രയ്ക്ക് അപ്സെറ്റ് ആവുന്നേ? നിനക്ക് എന്താ പറ്റിയത്? പ്രീത, നീ എന്നോട് പ്രോമിസ് ചെയ്തയാ. വാട്ട്? എപ്പോഴാ പ്രോമിസ് ചെയ്തേ? എപ്പോഴാണോ? അന്ന് നീ ഞാൻ ഇത്ര അടുത്തുണ്ടായിരുന്നപ്പോ. എന്തിലും ഓർമ്മ വന്നോ? അതോ നിനക്ക് അത് ഓർമ്മയില്ലേ? ആ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാ ഞാൻ പറയുന്നേ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലാന്ന്. നീ എന്നെ ചതിക്കാണ് പ്രീത. നീ ചീറ്റിംഗ് എന്നോട് ചെയ്യുന്നത്. നിനക്കെന്ത് ഭ്രാന്തായോ? നീ എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കിരൺ. നുണയുടെ മുകളിൽ നുണ പറഞ്ഞോണ്ടിരിക്കാ നീ. ഞാൻ ആരും ചതിച്ചിട്ടില്ല. എനിക്ക് നീ പറയുന്നത് കേൾക്കണ്ട. നീ കേട്ടേ പറ്റൂ പ്രീത. നീ പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നില്ലേ? പിന്നെന്താ ഞാൻ പറയുന്നത് നിനക്ക് കേട്ടാലോ? എന്റെ പിന്നാലെ വന്ന് നീ നിന്റെ ഓരോ കാര്യങ്ങളും പറയും. അപ്പോഴൊക്കെ നീ പറയുന്ന വാക്കുകൾ ഞാൻ വിശ്വസിക്കുക ചെയ്തേ. എന്നിട്ട് ഇന്ന് ഞാൻ നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോ നീ ഇത് എങ്ങോട്ടേ പോകുന്നേ? എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. നീ ഒരു വാക്ക് പോലും എന്നോട് പറയരുത് പ്ലീസ്. നോക്ക്, നീ ഇപ്പൊ എന്നോട് ഒന്നും പറയരുത് കിരൺ പ്ലീസ്. സമയം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കിരൺ, നീ എന്താ മനസ്സിലാക്കാത്ത? എനിക്കൊന്നും കേൾക്കണ്ട പ്ലീസ്. ഇപ്പൊ പറയത് പിന്നെ എപ്പോഴാടി പറയുന്നേ? നിന്റെ വിവാഹം കഴിഞ്ഞിട്ടോ? നിന്റെ വിവാഹം പോസ്റ്റ്പോൺ ചെയ്തൂടെ? ആ, പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞ എനിക്ക് വിവാഹം കഴിക്കാം, പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ട്. ഒബ്വിയസ്ലി നിന്റെ വിവാഹത്തെക്കാളും വലുതും ഇപ്പൊ നമുക്ക് ആ സീക്രട്ട് മിഷനാണ്. ഷേളിന്റെ മുഖം മൂടി അടിക്കാനുള്ള മിഷനാ പ്രീത അത്. മനസ്സിലായോ നിനക്ക്? നിന്റെ കല്യാണം വരികയാണെന്നുണ്ടെങ്കിൽ നീ അതിന്റെ തിരക്കുകളിലായി പോവും. ഷേളിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ നീ എന്റെ കൂടെ നിന്നേ പറ്റൂ. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നിനും കഴിയില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? എനിക്ക് ആ ഷേളിന്റെ കയ്യിൽ നിന്ന് എന്റെ ഏട്ടന്റെ ലൈഫ് രക്ഷിച്ചേ പറ്റൂ. ആൻഡ് യു ഹാവ് ടു ഹെൽപ് മീ. ഓക്കെ? ഷേളിനോ? അതായത് നീ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് എന്നോട് ഷേളിന്റെ കാര്യം പറയാനായിരുന്നു? ആ, അല്ലാണ്ടെന്താ? ഷേളിന്റെ കാര്യം തന്നെയാടി. അതുകൊണ്ട് സൃഷ്ടിയെ പുറത്തു പോകാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ഇടയിലുള്ള കാര്യമാണ്, നമ്മുടെ മാത്രം സീക്രട്ട് മിഷൻ. അതിനാ ഞാൻ നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ്. അല്ല, നീ എന്താ വിചാരിച്ചേ? ഞാൻ എന്ത് പറയാൻ വന്നു എന്നായിരുന്നു നീ കരുതിയിരുന്നത്? ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നീ പൃഥ്വിയെ പറ്റി പറയാൻ വരികയായിരിക്കുന്ന. പൃഥ്വിയെ കണ്ട അവനെ കളിയാക്കും, പിന്നെ എന്നെ കളിയാക്കും, പിന്നെ എല്ലാവരെയും കളിയാക്കും. അതാ ഞാൻ കേൾക്കാൻ ശ്രമിക്കാതിരുന്നു. ഓ, ഈ പാർട്ടിക്ക് വേണ്ടിട്ട് എനിക്ക് ഒരുപാട് സമയമുള്ള പോലെ, റൈറ്റ്? ഇനി ഹൗ നീ ഷേളിനെ പറ്റി എന്താ പറഞ്ഞു വന്നേ? ഒന്ന് തുറന്നു പറഞ്ഞേ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ, എനിക്ക് കേൾക്കണം. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിനക്ക് കേൾക്കുക വേണ്ട. അയ്യോ, ഇപ്പൊ പറയലേ, ഇന്ന് പറയലേ, ഇപ്പൊ ഇതൊന്നും പറയലേ. നിന്റെ വായടിച്ചു വെക്ക. എന്തൊക്കെ നീ പറഞ്ഞോണ്ടിരുന്ന? ആ ശരി, ഞാൻ സോറി പറഞ്ഞില്ലേ. ഇനി ഇങ്ങനെ കളിയാക്കല്ലേ. നീ പറഞ്ഞേ, നീ എന്താ പറയാൻ വന്നത്? ഓക്കെ, എന്റെ ഏട്ടന് വേണ്ടി ആ ഷേളിന് വ്രതം എടുത്തിരിക്കുക. ഏട്ടൻ വിളിച്ചായിരുന്നു ഇപ്പൊ നല്ല ടെൻഷനിലാണെന്ന്. ഷേളിന് തീരെ വയ്യ പോലും. അസിഡിറ്റി ആണെന്ന് ഏട്ടൻ പറഞ്ഞത്. ഇനി അവൾക്ക് ശരിക്കും വയ്യാതായതാണോ അതോ എപ്പോഴത്തെയും പോലെ ആക്ടിംഗ് ആണോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ മാഡം വാശിയിലാണ്. എന്ത് വന്നാലും വ്രതം മുഴുവനും പൂർത്തിയാക്കുമെന്ന മാഡം പറഞ്ഞോണ്ടിരിക്കുന്നത്. എത്ര വയ്യാണ്ടായാലും കുഴപ്പമില്ലാന്ന്. അവളുടെ പ്ലാനിങ് കണ്ടില്ലേ? സാവിത്രിയെ എന്റെ വീട്ടുകാരെ കയ്യിലെടുക്കാൻ അവൾ നോക്കുന്നത്. പാവം എന്റെ ഏട്ടന്റെ ജീവനം തുലയ്ക്കാൻ. പ്രീത, നമ്മൾ അവളുടെ മുഖം മൂടി അഴിക്കാനാണ് നോക്കുന്നത്. പക്ഷെ അവൾ ഒട്ടും മോശമല്ല. നല്ലവളാണെന്ന് കാണിക്കാൻ വേണ്ടിയാ ശ്രമിക്കുന്നേ. ഭയങ്കര സൂത്രക്കാരി അവള്. അതുകൊണ്ടല്ലേ എടുത്തോണ്ടിരിക്കുന്ന വ്രതം മുറിക്കാതെ എന്റെ വീട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും വ്രതം മുറിക്കില്ലെന്നാ അവളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്.